എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഒരു ക്ഷമ പറഞ്ഞോട്ടെ. കുറച്ച് ദിവസങ്ങളായി എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിരുന്നില്ല. ആക്സിഡന്റിൽ അമ്മ ഒന്ന് വീഴുകയും ഇടുപ്പിൽ പൊട്ടുകയൊക്കെ ചെയ്തു. അപ്പൊ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. സർജറി കാര്യങ്ങൾ, പിന്നെ ഹോസ്പിറ്റലൈസേഷൻ, വീട്ടിൽ ഒരാൾ വീണ് കഴിഞ്ഞാൽ ഒരു ഇടുപ്പിലൊക്കെ പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയൊന്നും പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കാനോ കാര്യങ്ങൾക്കൊന്നും പറ്റത്തില്ല. അപ്പൊ അവർക്ക് എല്ലാ കാര്യത്തിനും ഒരാളുടെ സഹായമൊക്കെ വേണം. അപ്പൊ അങ്ങനെ ആയിരുന്നുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും കറക്റ്റായിട്ട് ഇടാൻ പറ്റിയില്ല, സോറി. അതോടൊപ്പം എനിക്ക് അത് നിങ്ങളോട് അറിയിക്കാനും പറ്റിയിരുന്നില്ല. ഫോൺ കുറേ ദിവസം ഹോസ്പിറ്റലൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഇൻഫെക്ഷൻ കാര്യങ്ങൾ, പനി, എനിക്ക് മാത്രമല്ല വീട്ടിലുള്ളവർക്ക് ഹോസ്പിറ്റലിൽ വന്ന എല്ലാവർക്കും തന്നെ പനി കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമുക്കറിയാലോ, ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസം സ്റ്റേ ചെയ്ത എല്ലാവരുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. എനിക്ക് വീഡിയോ ഇപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വന്നതാണ് വീഡിയോ ആയിട്ട്. എന്തായാലും ദൈവാനുഗ്രഹത്താലെല്ലാം നന്നായി നടക്കുന്നു. നിങ്ങൾ എൻ്റെ മുഖം ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുക. നിങ്ങൾ ഇതിനു മുമ്പ് വന്ന സപ്പോർട്ടൊക്കെ ഇനി ഉണ്ടാവണം. നമുക്ക് മനുഷ്യർക്ക് അഹങ്കാരം പാടില്ല. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾക്ക് ഒരു അഹങ്കാരി ആകരുത് മനുഷ്യര്. അങ്ങനെ ഒരു കുറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, അങ്ങനെ അനുഭവങ്ങൾ നമുക്ക് പ്രകൃതി തന്നെ ഒരുപാട് പ്രാവശ്യം നമുക്ക് പലപ്പോഴായിട്ട് പറഞ്ഞു തന്നു. നമ്മുടെ സമൂഹത്തിലായിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും മറ്റൊരാളുടെ സഹായം ഇല്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു തോന്നല്. നമ്മുടെ ദൂരത്തുള്ള ബന്ധുക്കളെക്കാട്ടിൽ ഏറ്റവും നല്ലത് അടുത്തുള്ള ശത്രുവാണെന്ന്. കാരണം നമ്മളൊന്ന് കരഞ്ഞാല്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് പറ്റിയാല്, നമുക്കൊന്ന് വീണാല്, നമുക്ക് ഒരു ആപത്ത് വന്നാല്, അല്ലെങ്കിൽ നമുക്കൊരു സഹായം ചോദിക്കാൻ നമ്മുടെ അടുത്തുള്ള ഒരാളുണ്ടാവണം എപ്പോഴും. അതുകൊണ്ട് തന്നെ നമ്മുടെ അയൽക്കാരെയൊക്കെ വെറുപ്പിക്കാതെയൊക്കെ മാക്സിമം എന്താ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കൊടുത്തില്ലെങ്കിൽ പോലും കുഴപ്പമില്ല, സൗഹൃദമൊക്കെ നിലനിർത്തി പോകുന്നതൊക്കെ നല്ലതായിരിക്കും. എന്നാൽ അതോടൊപ്പം തന്നെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇച്ചിരി ഹിറ്റായിട്ട് നിൽക്കുവാണെങ്കിലോ എങ്ങനെ ഉണ്ടാവും? ഞാൻ അത് കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവർക്കൊക്കെ പിന്നെ അങ്ങ് അഹങ്കാരമാണ്. ഞാൻ എന്ത് പറഞ്ഞാലും എല്ലാവരും കേൾക്കും, ഞാൻ എന്ത് പറഞ്ഞാലും എല്ലാവരും അനുസരിക്കും, എന്നെ ഇഷ്ടം പോലെ ഫോളോ ചെയ്യാൻ ആൾക്കാരുണ്ട്, അതുകൊണ്ട് എൻ്റെ വീഡിയോ കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം, അതുകൊണ്ട് ഞാൻ പറയുന്നതൊക്കെ സത്യമായ കാര്യങ്ങളാണെന്ന് ആൾക്കാർ വിചാരിക്കും. അപ്പൊ അത് ശരിയായ കാര്യമാണോ? കാരണം ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊന്നും പൊട്ടന്മാരൊന്നും അല്ലല്ലോ. ചിലപ്പോൾ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും സ്വന്തമായുള്ള കാര്യങ്ങൾ എല്ലാവരും സത്യസന്ധമായി തന്നെ പ്രതികരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അതുപോലെ ഒരു വീഡിയോ ആണ് ഞാൻ പറയാൻ പോകുന്നത്. അത് ഈ വ്യക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരിപ്പോ ചർച്ചയായിട്ട് നിൽക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി. കാരണം ഇവരുടെ സ്വഭാവം തന്നെയാണ് അതിന് കാരണം. ഇത്രയൊക്കെ പാടുണ്ടോ ഒരാൾക്ക്? അല്ലെങ്കിൽ ആണായാലും ശരി പെണ്ണായാലും ശരി, അതിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പോ ഒരു അഹങ്കാര മനോഭാവം, ഞാൻ എന്ത് ചെയ്താൽ എല്ലാവരും ഇഷ്ടപ്പെടും, എല്ലാവരും എൻ്റെ ഒപ്പം നിൽക്കുക എന്ന് പറഞ്ഞിട്ട് എന്ത് തോന്നിവാസവും കാണിച്ചു കൂട്ടാം. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഹിറ്റാണ്, അതുകൊണ്ട് എന്ത് കാണിക്കാം എന്ന് വിചാരിച്ചൊന്നും ആൾക്കാർ പെരുമാറരുത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ്. അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരിക്കലും ഇങ്ങനെ ആയിരിക്കരുത് എന്ന് പറയുന്ന തരത്തിലുള്ള അങ്ങനെ ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നേക്കണേ. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ നിന്റെ കെട്ടിയോളുടെ വീട്ടിൽ തന്നെ നിന്റെ കെട്ടിയോളി മക്കളെ കൊണ്ട് ഇരുത്തുള്ളൂ എന്നുണ്ടെങ്കിൽ എന്നീ മക്കളെ നീ കൊണ്ട് നോക്ക്. എന്നീ മക്കളിനെ നീ നിന്റെ വീട്ടിൽ കൊണ്ട് നോക്ക്. നിന്റെ കെട്ടിയോളിന് നിനക്ക് ഒതുക്കാൻ പറ്റില്ലെങ്കിൽ നീ എന്നീ എന്റെ മക്കൾക്ക് നീ എവിടെയാണ്? നിന്റെ കെട്ടിയോൾ അടുത്തുണ്ടാ? നിന്റെ കെട്ടിയോളോട് ചോദിക്ക്, 24 മണിക്കൂർ എന്തിനാണ് തള്ളക്ക് വിളിച്ച് മൂട്ടുന്നതെന്ന് ചോദിക്ക്. ഇവിടെ അവൾക്ക് കയറി വരാൻ വേണ്ടി എന്നെ എന്റെ മക്കളെ ഒഴിവാക്കണം. നീ അവളെ നോക്കണില്ല, നിന്റെ ഉമ്മ അവളെ തല്ലാണ് കൊല്ലാണ് പറഞ്ഞിട്ട് നീയും അവളെ നോക്കില്ല, അനാവശ്യം വിളിക്കാൻ ഡെയിലി നീ അടിക്കുകയാണ് പറഞ്ഞിട്ട് അവൾ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. തള്ള അതിന് വേണ്ടി എന്നെ എന്റെ കുട്ടികളെ പുറത്താക്കാൻ നോക്കുന്നുണ്ട്. നിന്റെ അമ്മായിമ്മ ശരീഫ, നിങ്ങളുടെ ഫാമിലിത്തെ കഥ നമുക്ക് അറിയില്ലല്ലോ. കഥ അറിയണ്ട, പക്ഷെ നിന്റെ കെട്ടിയോളെ നിനക്ക് ഒതുക്കാൻ പറ്റുമോ ഇല്ലേ? എനിക്ക് അത്ര അറിയുന്നുള്ളൂ. എന്റെ കെട്ടിയോളെ ഞാൻ നിന്റെ വീട്ടിലേക്ക് വിടണില്ലല്ലോ. നിന്റെ കെട്ടിയോളുടെ അടുത്ത് ഫോൺ ഉണ്ടാ? നിന്റെ അടുത്ത് നീ എടാപാടെന്നുള്ള സംസാരം നിങ്ങൾ വേറെ സംസാരിക്കോ? നിങ്ങൾക്ക് എന്താ ആവശ്യം? നിന്റെ കെട്ടിയോളെ കൂട്ടിട്ട് വാ. ഞാൻ എന്തായാലും സ്റ്റേഷനിൽ ആൾക്കാരെ നിർത്തും. അന്നില്ലെങ്കിൽ ഞാൻ എന്തായാലും വനിതാ സെല്ലിൽ നിന്ന് നിന്റെ വീട്ടിലേക്ക് ആളിനെ വിടാം. വനിതാ സെല്ല്, പോലീസ് സ്റ്റേഷനൊക്കെ ഇവരുടെ സ്ഥിരം ഡയലോഗാന്ന് തോന്നുന്നു. എല്ലാവർക്കും എന്തു ആകാന്നുള്ള ഒരു ചിന്തയിലായി എന്നല്ലേ ഇതിന്റെ അർത്ഥം. അതായത് സ്വന്തം അനിയത്തി സ്വന്തം വീട്ടിൽ വരുന്നതിന് ഉമ്മ എന്നെ ഇവിടുന്ന് പുറത്താക്കുന്നു, എന്റെ അമ്മായിയമ്മ ശരിക്കും സ്വന്തം അമ്മയെ കുറിച്ച് ഈ പുള്ളിക്കാരത്തി പറയണേന്ന് ഓർക്കണേ. അങ്ങനെ പറയാണ് ഇവര്. ഇപ്പൊ ഇവർക്ക് സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇച്ചിരി ഹിറ്റായി നിൽക്കുന്നതുകൊണ്ടുള്ള ഒരു ധാഷ്ട്യമല്ലേ അവരത് കാണിക്കുന്നതെന്നുള്ളതാണ്. കാര്യം സ്വന്തം അനിയനോട് പറയാം, അതായത് അനിയത്തിന്റെ ഭർത്താവ് എന്ന് പറയുമ്പോൾ അവർക്ക് അനിയനാണല്ലോ. അപ്പൊ അനിയനോട് പറയാണ്, നീ നിന്റെ പെണ്ണുപിള്ളേനെ ഒതുക്കാൻ നിനക്ക് പറ്റത്തില്ലാത്തോണ്ടാണോ ഇങ്ങോട്ട് വിടുന്നത്? എന്റെ മക്കളെ ഇവിടുന്ന് പുറത്താക്കാൻ നോക്കുവാണ്, അതുകൊണ്ട് നീ എന്റെ മക്കളെ കൊണ്ടുപോയി നീ പോറ്റാൻ. എന്താ അത്യാവശ്യം അറിഞ്ഞില്ല ആ പുള്ളിക്ക്. ഈ പുള്ളിക്കാരി ജയിക്കാൻ വേണ്ടി പറയുന്നതാണോ, അതോ ഇനി സുളിവില് എന്നെ പിള്ളേരെ പോറ്റിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയണാണോ എന്തോ? എന്തായാലും കൊള്ളാം. അയൽക്കത്തുള്ളവരെയും കൂടി വെറുപ്പിച്ച് വീഡിയോ ഇട്ട് പുള്ളിക്കാരി ധാഷ്ട്യത്തോടെ ഇങ്ങനെ പറയുന്നുണ്ട്. നീ വീഡിയോ എടുക്കുന്ന ഓപ്പോസിറ്റ് ഇവര് വീഡിയോ എടുക്കുക. എന്നിട്ട് പുള്ളിക്കാരി പറയാണ്, ഞാൻ വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്താലാടാ കൂടുതൽ ആൾക്കാർ കാണുള്ളൂ, നിന്റെ വീഡിയോ ഒന്നും ആരും കാണത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ തന്റെ ഇടത്തിൽ പുള്ളിക്കാരി വീഡിയോ എടുക്കുകയാണ്. അപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും ഇവരുടെ വീഡിയോ എടുക്കുമ്പോൾ ഇവർ തുണിയൊക്കെ പൊക്കി കാണിക്കുകയാണ്. ഇത്ര മര്യാദ ഇല്ലാതെയാണോ ഒരു അയൽക്കാരോടൊക്കെ ഇവർ പെരുമാറുന്നത്? നമുക്ക് ആ വീഡിയോയും കൂടി ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ ഇവരുടെ തനി ഗുണം
ഇത്രയും നേരം ഇവര് വന്നിരുന്ന് എന്തൊക്കെയൊക്കെയോ പറയലായിരുന്നു, ഓരോരുത്തരെ പറ്റിക്കല്, ഓരോരുത്തരുടെ നേരെ അതും ഇതും പറയല്, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ തുണിപൊക്കലും കൂടെ ആയി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇതൊന്നും ഒരു നാണമില്ല എന്നുള്ളതാണ് ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ നമുക്കൊന്ന് കണ്ടുനോക്കാം. നീ കളിക്കടി, നീ പൊക്കടി, നീ തുണി പൊക്കി കാണിക്കടി, നീ കാണിക്ക്, നീ പൊക്കി കാണിക്ക്. നീ എത്ര ആൾക്ക് പൊക്കി കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്കറിയാം. നമുക്ക് സ്വന്തമായിട്ട് അറിയാം. ഇതാ നിങ്ങളെ ഷാജി എന്ന് പറയുന്നവള്, ഈ ഷാജിദ ഷാജിയുടെ കൊച്ചു കുട്ടികൾ അടുത്ത് നിൽക്കുന്നുണ്ട്, 3 പിള്ളേര്. ആ പിള്ളേരുടെ മുമ്പിൽ വെച്ചാണ് ഇമാര് തെറിയും ആൾക്കാരെ അയൽക്കാരെ ഇങ്ങനെ ചീത്ത വിളിക്കലും ഒക്കെ. അതോടൊപ്പം ഇവരിങ്ങനെ വെല്ലുവിളിക്കുകയാണ് എല്ലാവരും. എന്റെ മക്കളെ വിട്ട് തല്ലു എന്നൊക്കെയാ പറയുന്നത്. കൊച്ചു കുഞ്ഞുങ്ങൾ അവര് വളരട്ടെ, അവർ പ്രാപ്തിയാകുമ്പോൾ മക്കളെ വിട്ട് തല്ലും. ചെറുതിലെ ഇവരെ അങ്ങ് പഠിപ്പിക്കുവാണോ, ഇവര് ട്രെയിൻ ചെയ്യിക്കുവാണോ, നിങ്ങള് വന്ന് ഞാൻ തല്ലുവിടാ, എനിക്ക് ആമക്കളുണ്ടടാ, അവരൊന്ന് തല്ലുവിടാന്നൊക്കെ പറയാനായിട്ട്. ഇത്ര ചെറിയപ്പത്തിലെ തന്നെ ആ കുട്ടികളുടെ മുമ്പിൽ എടുത്ത് വീഡിയോ എടുക്കുകയാണ്. അതോടൊപ്പം നല്ല തെറിയാണ് അവർ പറയുന്നത്. ആ പിള്ളേരത് കേട്ടോണ്ട് നിൽക്കുമല്ലേ. അതൊക്കെ കണ്ടാണ് ഈ കുട്ടികൾ വളരാൻ പോകുന്നത്. എന്തൊരു കഷ്ടമാണല്ലേ. ഇത്ര ഇങ്ങനെ അധപ്പതിക്കാൻ പാടോ. ഒരു സോഷ്യൽ മീഡിയയിൽ ഹിറ്റായി, ഓക്കെ, അവർക്ക് അതിന്റെ വരുമാനം കിട്ടട്ടെ, നല്ല കാര്യം. അതിലവർക്കൊരു ഉപജീവനം, നല്ല കാര്യം. അവർക്ക് ഭർത്താവില്ല, 5 കുട്ടികളുണ്ട്, അവരെ നോക്കണം, എല്ലാം നല്ല കാര്യം തന്നെ. പക്ഷെ അത് മിസ്യൂസ് ചെയ്യരുത് ആരും. ഇവരിപ്പോ ഈ കാണിച്ചു കൂട്ടുന്നത് എന്താണ്, അയൽക്കാരെയും ചീത്ത വിളിക്കുകയാണ്. ഒന്ന് അയ്യോന്ന് വിളിച്ച ഓടി വരാൻ നമുക്ക് അയൽക്കാരുള്ളൂ എന്നൊക്കെ നമ്മുടെ പേരൻസ് ഒക്കെ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടില്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സ്ഥാനത്താണ് ഈ അയൽക്കാരനെ വിളിച്ചിട്ട് നല്ല തെറി. അതോടൊപ്പം തന്നെ ഈ മുത്തു എന്ന് പറയുന്ന പയ്യനെ ഏതേടാ നിന്നെ അങ്ങനെയല്ലടാ ഇങ്ങനെയല്ലെന്ന് പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരത്തി വെല്ലുവിളിക്കുകയാണ്. നിന്റെ അപ്പം 3ന്റെ അന്ന് ചട്ടിയിലേടാന്നൊക്കെ പറഞ്ഞു. ഇത്രയൊക്കെ തന്റെ ഇടം പാടുണ്ടോ? തന്റെ ഇടൊക്കെ നല്ലതാ. തന്റെ ഇതൊക്കെ ചെയ്യുന്നത് വഴി, അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു വീഡിയോ ഇടുന്നത് വഴി ഷാജിദ ഷാജിയുടെ യഥാർത്ഥ മുഖം സ്വയം വെളിപ്പെടുത്തി കാണിക്കുവാണ് ഇവര്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവര് ഈ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ വെച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അവരുടെ മുമ്പിൽ നിന്നാണ് ഈ വെല്ലുവിളി. എന്റെ മക്കളെ വിട്ട് തല്ലുവിടാ, മറ്റവനെ മറിച്ചവനെ എന്നൊക്കെ പറയും. നല്ല കട്ടത്തെറി എന്നെ വിളിക്കുകയാണ്. കുട്ടികൾ ഇതൊക്കെ കേട്ട് വളരെ നാളെ അവരുടെ അമ്മ എങ്ങനെ ചെയ്തുകൊണ്ട് അവർക്ക് തന്റെ ഇടവാ, അവരാരേലും പോയി വിളിക്കും, അതൊക്കെ പ്രശ്നമാവത്തില്ലേ. അതൊക്കെ മനസ്സിലാക്കി ജീവിക്കുകയല്ലേ വേണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എന്തായാലും ഷാജിദ ഷാജിക്ക് നല്ല തിരിച്ചറിവുകളൊക്കെ ഉണ്ടാവട്ടെ. മറ്റൊരു വീഡിയോയിൽ ഉടനെ കാണാം. ബൈ.